സുഹൃത്തെ, ലൈഫിൽ വലിയ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഒന്ന് സമാധാനിപ്പിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടോ? ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട്. അവസാനം നമ്മളുടെ കഴിവുകൾ കൊണ്ട് തന്നെ അതൊന്ന് മാറ്റിയെടുക്കുമ്പോൾ കിട്ടുന്ന ഒരു തിരിച്ചറിവുണ്ട്. നിങ്ങൾ എന്ത് പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണെങ്കിലും ഞാനിനി പറയാൻ പോകുന്ന 5 പോയിൻറ്റുകളിലൂടെ നിങ്ങൾ സഞ്ചരിക്കാൻ റെഡിയാണെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു സമാധാനം കിട്ടും. ശരിക്കും അത് നിങ്ങൾക്ക് വലിയൊരു റിലീഫ് തന്നെയായിരിക്കും. നിങ്ങൾ എന്ത് പ്രശ്നങ്ങളിലൂടെ പോവുകയാണെങ്കിലും ഞാൻ ഈ പറയുന്ന 5 പോയിൻറ്റുകളിലൂടെ നിങ്ങളൊന്ന് സഞ്ചരിച്ച് നോക്കുക. പോസിറ്റീവായിട്ടുള്ള പുതിയൊരു വ്യക്തിയെ നിങ്ങൾ നിർമ്മിക്കാൻ ഈ ഒരു റിലീഫിന് സാധിക്കും. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്തു തന്നെയാണെങ്കിലും അത് താൽക്കാലികമാണ്, അത് ടെമ്പററി ആണ് എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. സുഹൃത്തെ, നിങ്ങളെ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ, ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞാലോ അല്ലെങ്കിൽ 1-2 മാസം കഴിഞ്ഞാലോ നിങ്ങളെ വിട്ട് പോകാൻ പോകുന്നൊരു പ്രശ്നം മാത്രമാണ്. ചിലപ്പോൾ നാളെ തന്നെ അപ്രതീക്ഷിതമായിട്ടത് സോൾവ് ചെയ്യപ്പെടും. അതായത് ഞാൻ എന്തോ വലിയൊരു പ്രശ്നത്തിൽ എന്നേക്കുമായി പെട്ടു എന്നല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഇത് ടെമ്പററി ആണ്, ഇതൊരിക്കലും പെർമനൻ്റ് അല്ല. കുറച്ച് കാലം കഴിയുമ്പോൾ എല്ലാവരും മറക്കാൻ പോകുന്ന, നിങ്ങൾ പുതിയ ഒരാളായിട്ട് ജനിക്കാൻ പോകുന്ന ഒരു പ്രശ്നം മാത്രമാണ് ഇത്. നിങ്ങളെ താഴ്ത്തി പറഞ്ഞവരൊക്കെ നിങ്ങളെ നോക്കി വരുന്ന ഒരു പ്രശ്നം മാത്രമേ നിങ്ങളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുള്ളൂ. അതിപ്പോൾ എത്ര വലിയ പ്രശ്നങ്ങളാണെങ്കിലും കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ അല്ലെങ്കിൽ 1-2 വർഷങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർവൈവ് ചെയ്യാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റികളും ആളുകളും നിങ്ങളെ നോക്കി വരുന്ന ഒരു പ്രശ്നം മാത്രമേ നിങ്ങളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുള്ളൂ. അതായത് ഈ പ്രശ്നങ്ങളൊന്നും പെർമനൻ്റ് അല്ല. കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പുതിയൊരാളായിരിക്കും സുഹൃത്തെ. കുറച്ച് ആഴ്ചകൾ മാത്രമേ അതിനാവശ്യമുള്ളൂ. ഒരുപാട് അനുഭവങ്ങൾ നേടിയെടുത്ത, തീയിൽ കുരുത്ത ഒരു വ്യക്തിയായിട്ടായിരിക്കും നിങ്ങൾ പുതുതായിട്ട് ജനിക്കാൻ പോകുന്നത്. അപ്പോഴേക്ക് ഈ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. നിങ്ങളുടെ സൈഡിൽ ശരിയുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ വിജയിച്ചിരിക്കും. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഇപ്പോൾ എന്ത് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിലും നിങ്ങൾ കൂടുതൽ ആളുകളെ അതിലേക്ക് വലിച്ചിടാതെ സ്വയം അത് സോൾവ് ചെയ്യാൻ നോക്കുക. ആളുകൾ കൂടുന്നതിനനുസരിച്ച് ആ പ്രശ്നങ്ങളുടെ കോംപ്ലിക്കേഷൻ വർദ്ധിക്കുകയുള്ളൂ. എത്ര വലിയ തോൽവികൾ ഇപ്പോൾ നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ സ്വന്തം കഴിവ് ഉപയോഗിച്ച് ഒരാളുടെ സപ്പോർട്ടും ഇല്ലാതെ നിങ്ങളത് സോൾവ് ചെയ്യാൻ ഒന്ന് ഇറങ്ങി നോക്കുക. അവിടെ വിജയം ഉറപ്പാണ്. കാരണം ഈ പ്രപഞ്ചം ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ കഴിവുകൾ കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രശ്നവുമില്ല എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തലാണ്. അപ്പോൾ സുഹൃത്തെ, സ്വയം ഒന്ന് ഇറങ്ങി നോക്കുക. ഇതെങ്ങനെ എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ അനുഭവങ്ങളിലൂടെ പഠിച്ചെടുക്കുക. നിങ്ങളെ കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രശ്നം മാത്രമേ നിങ്ങളുടെ അടുത്തേക്ക് വരൂ. അതിന് 12ഓളം സൊല്യൂഷൻസ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. നിങ്ങളൊന്ന് തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ സോൾവ് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രശ്നവും നിങ്ങളുടെ അടുത്തില്ല. ഓക്കെ, അപ്പോൾ കൂടുതൽ ആളുകളുടെ ആവശ്യമൊന്നുമില്ല. നിങ്ങളൊന്ന് സ്വയം ഇറങ്ങി നോക്കിക്കഴിഞ്ഞാൽ ഏത് പ്രശ്നവും നിങ്ങൾക്ക് സോൾവ് ചെയ്യാം. ഇനി മൂന്നാമത്തെ കാര്യം, എന്തെങ്കിലുമൊക്കെ പ്രശ്നം നിങ്ങൾ നേരിടുമ്പോൾ ഞാനിവിടെ ഇങ്ങനെ പെട്ടുപോയല്ലോ എന്ന് നെഗറ്റീവായിട്ട് ചിന്തിക്കാതെ നിങ്ങളുടെ ചിന്തകളിലേക്കും നിങ്ങളുടെ വിഷ്വലൈസേഷനിലേക്കും നിങ്ങളുടെ മെൻ്റൽ ഇമേജുകളിലേക്കും പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലുള്ള ചിത്രങ്ങൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. നിങ്ങളിപ്പോൾ വലിയൊരു പ്രശ്നത്തിൽ പെട്ടുകിടക്കുകയാണെന്ന് വിചാരിക്കുക. അത് പോസിറ്റീവായിട്ട് മാറിയാലുള്ള നിങ്ങളുടെ മുഖം നിങ്ങളവിടെ കാണണം. അത് സോൾവ് ചെയ്യപ്പെട്ടാലുള്ള നിങ്ങളുടെ മുഖം നിങ്ങൾക്ക് കാണാൻ കഴിയണം. നിങ്ങളുടെ ചിന്തകളിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങൾക്ക് മാറാൻ കഴിയുന്ന നിങ്ങളുടെ മുഖവും നിങ്ങളുടെ സംസാരവും നിങ്ങളുടെ നിൽപ്പും നടപ്പുമെല്ലാം നിങ്ങൾക്കവിടെ കാണാൻ കഴിയണം. നിങ്ങളുടെ പ്രശ്നങ്ങളുടെ സൊല്യൂഷൻ ഇതേപോലെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് അറിയാമോ? അത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ സോൾവ് ചെയ്യപ്പെടാനുള്ള ഒരുപാട് വ്യക്തികളും സന്ദർഭങ്ങളും നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. കഴിയുന്നത് നിങ്ങൾ എത്ര വലിയ പ്രശ്നങ്ങളിലാണെങ്കിലും പോസിറ്റീവായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ ചിന്തകൾക്ക് സോളിഡായിട്ടുള്ള എവിഡൻസ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നാണ് പറയപ്പെടുന്നത്. നിങ്ങളുടെ പ്രശ്നങ്ങളുടെ പരിഹാരം പോസിറ്റീവായിട്ടുള്ള ചിന്തകളായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുക. പോസിറ്റീവായിട്ടുള്ള മെൻ്റൽ ഇമേജുകളായിട്ട് നിങ്ങളിലേക്ക് നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുക. ഇതെല്ലാം വരും ദിവസങ്ങളിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ സോൾവ് ചെയ്യപ്പെടുന്നത് നിങ്ങൾക്ക് കാണാം, നേരിട്ട് കാണാം. ഇനി അടുത്തൊരു കാര്യം, നിങ്ങളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്തു തന്നെയാണെങ്കിലും ഈ പൊട്ടിത്തെറിക്കുന്നതും ഇമോഷണൽ ആകുന്നതൊക്കെ നിങ്ങളൊന്ന് കുറയ്ക്കുക. ഒരു പ്രശ്നം സോൾവ് ചെയ്യപ്പെടാൻ സമയം ആവശ്യമുണ്ട്, ഒരുപാട് സമയം ആവശ്യമുണ്ട്. അവിടെ നമ്മൾ ഇമോഷണൽ ആകുന്നത് കൊണ്ടോ പൊട്ടിത്തെറിക്കുന്നത് കൊണ്ടോ ദേഷ്യം കാണിക്കുന്നത് കൊണ്ടോ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ ലൈഫിലേക്ക് വന്നത് സമയമെടുത്ത് സോൾവ് ചെയ്യപ്പെടേണ്ട ഒരു പ്രശ്നമായിരിക്കാം. അവിടെ നിങ്ങളുടെ ഇമോഷൻസ് കാണിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഷൗട്ട് ചെയ്യുന്ന സംസാരങ്ങൾ കാണിക്കുന്നത് കൊണ്ടോ ഒരു മാറ്റവും വന്നോളുന്നില്ല.
ആ പ്രശ്നം നിങ്ങളിലേക്കൊരു പഠനമായിക്കൊണ്ട് പതിയെ അത് മാറേണ്ട ഒരു പ്രശ്നം മാത്രമായിരിക്കാം. അവിടെ നിങ്ങൾ എത്ര ഇമോഷണലായിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പല പ്രശ്നങ്ങളും സമയമെടുത്തുകൊണ്ട് സാവധാനം മാറേണ്ട പ്രശ്നങ്ങളാണ്. അത് മാറാനുള്ള പല സൊല്യൂഷൻസും നിങ്ങളിലേക്ക് വരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇമോഷണലായിട്ട് സമീപിക്കാതെ ബുദ്ധിപരമായിട്ട് നിങ്ങൾ സമീപിക്കുക. ഇനി അവസാനത്തെ പോയിന്റ് പറയട്ടെ. ഈ പ്രശ്നങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ഇതില്ലാത്ത ആളുകൾ ഈ ലോകത്തില്ല എന്നുള്ളതാണ്. ഇവിടെ ആ പ്രശ്നങ്ങൾ സർവൈവ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് മാത്രം സംഭവിക്കുന്ന ഒരു ഗുണമുണ്ട്. അവർ വളരെ പൊട്ടൻഷ്യലുള്ള തീയിൽ കുരുത്തത് പോലുള്ള ആളുകളായിരിക്കും. അവരെ ഒരാൾക്കും തോൽപ്പിക്കാൻ കഴിയില്ല. ഒരു എക്സ്ട്രാ ഓർഡിനറി ആളുകളായിരിക്കും എന്ന് തന്നെ പറയാം. അതായത് ഈ മുഖത്ത് മുറിപ്പാടുകളുള്ള സിംഹത്തിന് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഈ മുറിപ്പാടുകൾ കാണുമ്പോൾ തന്നെ മറ്റ് മൃഗങ്ങളൊക്കെ ഓടും. കാരണം അതായിരിക്കും ആ കാട്ടിലെ ഏറ്റവും ശക്തനായ സിംഹം. ഒരു പ്രശ്നം നേരിട്ട് അതിൽ നിന്ന് പലതും പഠിച്ച് തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ അതൊരു ചില്ലറ കാര്യമല്ല. ഇത് സാധിച്ചവരെന്ന് പറഞ്ഞാൽ പല ആളുകളുടെയും മുന്നിൽ നിങ്ങളൊരു രാജാവ് തന്നെയാണ്. സോ നിങ്ങൾക്ക് മാത്രമുള്ള ആ പൊട്ടൻഷ്യൽ ഉപയോഗപ്പെടുത്തി നിങ്ങളുടെ സ്റ്റാൻഡേർഡ് റൈസ് ചെയ്ത് വേറൊരു തലത്തിലേക്ക് നിങ്ങളെ തന്നെ ഉയർത്തേണ്ടത് നിങ്ങൾ മാത്രമാണ്. ഒരാൾ നിങ്ങളുടെ കൂടെ ആ കാര്യത്തിനുണ്ടാവില്ല. കാരണം നിങ്ങളൊരു ലോൺലി സർവൈവറാണ്, അല്ലേ? നിങ്ങളുടെ ആ കോളേജ് നിങ്ങൾ മറക്കാതിരിക്കുക. പുതിയ ഓപ്പർച്യൂണിറ്റികൾ നിങ്ങൾ തന്നെ തേടുക. എവിടെയെങ്കിലും നിർത്താതെ നിങ്ങൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ തീർക്കാൻ നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർക്കുന്ന രീതിയിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. അതല്ല, പുതിയ കാര്യങ്ങളിലേക്ക് പുതിയൊരു വ്യക്തിയായിട്ട് ഇറങ്ങാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അങ്ങനെ ചെയ്യുക. അപ്പോൾ പ്രശ്നങ്ങൾ എല്ലാവരുടെ ലൈഫിലുണ്ടാവും. ഞാനിവിടെ പെട്ടു എന്ന് ചിന്തിക്കുന്നതിന് പകരം ഇതെനിക്ക് ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ് എന്ന് ചിന്തിക്കുക. നിങ്ങൾ ആരാണെന്ന് ഈ ലോകത്തെ കാണിക്കാൻ പറ്റിയ ഏറ്റവും നല്ല നിമിഷത്തിലൂടെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. താങ്ക് യു.